ഇടത് അനുഭാവികൾ അല്ലെങ്കിൽ ഇടത് നേതൃത്വം വിശ്വാസികൾക്കെതിരാണ് അല്ലെങ്കിൽ മതത്തിനെതിരാണ് എന്ന തരത്തിലുള്ള നരേഷൻ, അതായത് നമ്മളൊക്കെ തന്നെ ഈ നേരത്തെ ഈ ചാനൽ വിഷ്വൽ മീഡിയയും ദൃശ്യമാധ്യമത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി വന്ന് BJP നേതാക്കൾ പറയുന്ന ഒരു വാചകം, ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞത് C. കേശവനാണെന്നുള്ളത് 10ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസമുള്ള മനുഷ്യർക്കറിയാം. പക്ഷേ BJP തുടർച്ചയായി ഈ ഒരു ക്യാമ്പയിൻ, അതായത് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം പ്രത്യേകമായി എടുത്താൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, പൂരങ്ങളുടെ നാടാണ്, തൃപ്രയാർ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ക്ഷേത്രവുമായും വിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സിനെ ഒന്ന് പോളറൈസ് ചെയ്യുക എന്നൊരു ലക്ഷ്യമല്ലേ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നീക്കമല്ലേ നടക്കുന്നത്? വ്യാജ പ്രചരണം ഇവിടുത്തെ ആൾക്കാരെ ഏറ്റവും കാരണം ഇവിടെ നടക്കുന്ന ഓരോ പൂരങ്ങളിൽ, ഉത്സവങ്ങളിൽ, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പ്രവർത്തകരും, ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള അതിന്റെ സംഘാടകരുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ആൾക്കാർ ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളല്ല, അത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളാണ്. ഇപ്പോ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി BJP-യേക്കാൾ കൂടുതൽ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറിയുന്നത്? കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ ഒരു 2 തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശം നേടിക്കൊടുത്തത് RSS ആണ്, അല്ലല്ലോ. ഞാൻ വേറെ അതിലേക്ക് പോകുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ എൻ്റെ മുൻപത്തെ 2 തലമുറയ്ക്ക് അവകാശം ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്, അവിടെ പോയി തൊഴുന്ന ആൾക്കാരാണ്. എൻ്റെ കുടുംബക്കാരൊക്കെ പോകുന്നു, എല്ലാ അമ്പലങ്ങളിലും പോകുന്നു. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതൊന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ വസ്തുതകളാണ്. അപ്പോ P. കൃഷ്ണപിള്ളയും അതുപോലെ AK ഗോപാലൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. P. കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി മണിയടിച്ച് തൊഴുതിട്ടുണ്ട്. അന്ന് അദ്ദേഹം മണിയടിച്ച് തൊഴുതപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തടിച്ച ആളുകളോട് പറഞ്ഞ വാചകം ഞാനിവിടെ ആവർത്തിക്കുന്നു. അപ്പൊ അന്ന് മണിയടിച്ച് തൊഴാൻ അകത്ത് കയറിയത് RSSന്റെ ആൾക്കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കൃഷ്ണപിള്ളയാണ്. AK ഗോപാലനായിരുന്നു സത്യഗ്രഹം നടത്തുന്നത്. C. ഉണ്ണിരാജയെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടുത്തെ RSSന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടുത്തെ ഇടതുപക്ഷ മൂവ്മെന്റിനും അല്ലെങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മൂവ്മെന്റിനാണ് ഇവിടുത്തെ വിശ്വാസപരമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അവകാശങ്ങളും പാരമ്പര്യമുള്ള അവകാശപ്പെടാൻ കഴിയുന്നവർക്ക്. അപ്പൊ അങ്ങനെ ഈ ജനങ്ങൾക്ക് അറിയാലോ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമില്ല. അപ്പോ അവിടെ ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ചാവക്കാടങ്ങാടിയിലെ മുസ്ലിംസ് ആയിരുന്നില്ല നമുക്കറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതങ്ങളുമായിട്ടുള്ള സംഘർഷമല്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. അന്നൊന്നും കാണാത്തൊരു പാർട്ടിയാണ് BJP RSS. അവരിപ്പോ വന്നിട്ട് 3 വെള്ളിയാഴ്ച മുമ്പ് വന്നിട്ട് നമ്മളോട് പറയാണ് ഞങ്ങളിവിടെ വിശ്വാസം സംരക്ഷിക്കാൻ വരുന്നവരാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇവിടെ ആളുകൾക്കിടയിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയപ്പാടില്ല. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഞങ്ങൾ വിശ്വാസത്തിനെതിരായിട്ടുള്ളവരാണ്, ഞങ്ങൾ അമ്പലങ്ങൾ തകർക്കുന്നവരാണ്, ഞങ്ങൾ പള്ളികൾ പൊളിക്കുന്നവരാണ്. അത് വിമോചന സമരകാലത്ത് ഞങ്ങൾക്കെതിരായി പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ പള്ളികൾ ഉണ്ടാവില്ല, അമ്പലങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പ്രചരിപ്പിച്ച രാജ്യം. പക്ഷേ പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ ഉൾപ്പെടെ പള്ളികൾ പൊളിച്ചത് BJP ആണ്. അതെ ഞാൻ പറഞ്ഞു. ഇപ്പൊ പള്ളികൾ പൊളിക്കുന്നത് ആരാണ്? ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിന്റെ മാത്രമല്ല കാര്യം. നമ്മൾ ഏത് വിശ്വാസമാണെങ്കിലും ഭാരതീയമായ ഒരു പൈതൃകമാണ് BJPക്കുള്ളതെങ്കിൽ, ഭാരതീയ പൈതൃകം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ലോകോ സമസ്ത സുഖിനോ ഭവന്തു, നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലോകത്തെല്ലാവരും സുഖമായിരിക്കണമെങ്കിൽ എല്ലാ വിശ്വാസികളെയും സുഖമായിരിക്കാൻ നമുക്ക് കഴിയും. അപ്പോ മറ്റു വിശ്വാസികളുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സുഖമായിട്ടിരിക്കാൻ കഴിയുക?